ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ വന്നാൽ എങ്ങനെ ഫൈനൽ അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതായത് ട്രയൽ ബാലൻസിന്റെ ഉള്ളിലാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഓൾഡ് പ്രൊവിഷൻ എന്ന് വിളിക്കാം കേട്ടോ. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പ്രൊവിഷൻ പഠിച്ചിരുന്നു. ഏതാണ്? അഡ്ജസ്റ്റ്മെന്റിൽ ഈ പ്രൊവിഷൻ തന്നിരുന്നെങ്കിൽ അല്ലേ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ രണ്ടും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ആണ്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റിൽ തരുന്ന പ്രൊവിഷനെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ന്യൂ പ്രൊവിഷൻ എന്നായിരിക്കും വിളിക്കുന്നത് കേട്ടോ. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ഓർത്തോളണം, അഡ്ജസ്റ്റ്മെന്റിലെ പ്രൊവിഷൻ ന്യൂ പ്രൊവിഷനും ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ ഓൾഡ് പ്രൊവിഷനും ആയിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ വരാൻ കാരണം നമുക്ക് നോക്കാം. അതായത് ബിസിനസ്സിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എല്ലാ വർഷവും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. വകയിരുത്തേണ്ടത് ബാഡ് ഡെറ്റ് ആകാൻ സാധ്യതയുള്ള എമൗണ്ടിനാണ്. അത് എത്രയായിരിക്കുമെന്ന് കൃത്യമായി ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. അതിനാൽ മുൻ വർഷങ്ങളിലെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു എമൗണ്ട് നിശ്ചയിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ നിശ്ചയിക്കുന്ന തുക ആയിരിക്കില്ല മിക്കപ്പോഴും ആക്ച്വൽ ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത്. ഈ ആക്ച്വൽ ബാഡ് ഡെറ്റിന്റെ തുക നമ്മൾ പ്രൊവിഷൻ വെച്ചിരിക്കുന്ന തുകയേക്കാൾ കുറവാണെങ്കിൽ ആ വർഷം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റിന് ക്രെഡിറ്റ് ബാലൻസ് വരും. കാരണം നമ്മൾ വകയിരുത്തിയ അത്രയും കിട്ടാക്കടം വന്നില്ല. അപ്പോൾ ബാലൻസ് വരുന്ന എമൗണ്ട് ഒരു ഗെയിൻ അല്ലേ, അതാണ് ക്രെഡിറ്റ് ബാലൻസ് വരുന്നത്. അപ്പോൾ ഈ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഓൾഡ് പ്രൊവിഷൻ ആണ്. അതിന് ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ട്രയൽ ബാലൻസിൽ വരുന്ന ഈ ഐറ്റം ഒരു സ്ഥലത്ത് മാത്രമേ കാണിക്കാവൂ, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അത് നമുക്ക് രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഒന്നുകിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം, ഗെയിൻ ആയതുകൊണ്ട്. കാരണം പ്രൊവിഷൻ വെച്ച അത്രയും ബാഡ് ഡെറ്റ് ആയില്ലല്ലോ, അതുകൊണ്ട്. ഇനി അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ബാഡ് ഡെറ്റ്, ഫർദർ ബാഡ് ഡെറ്റ്, ന്യൂ പ്രൊവിഷൻ ഇത്രയത്തിന്റെ ടോട്ടലിൽ നിന്ന് ഈ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ, അതായത് ഓൾഡ് പ്രൊവിഷൻ ഡിഡക്റ്റ് ചെയ്താലും മതി. നമുക്ക് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊന്ന് നോട്ട് ചെയ്തിടുക. ഒന്നുകൂടി പറയുന്നു, ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന പ്രൊവിഷനെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓൾഡ് പ്രൊവിഷൻ എന്നാണ് പറയുന്നത്. ആ പ്രൊവിഷൻ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമുക്ക് ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ ഫർദർ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം, കൂടാതെ ന്യൂ പ്രൊവിഷൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുന്നുണ്ടാവും. അത്രയും ആഡ് ചെയ്ത് ആ ടോട്ടലിൽ നിന്ന് ഈ ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന ഓൾഡ് പ്രൊവിഷൻ എന്ത് ചെയ്താൽ മതി? ഡിഡക്റ്റ് ചെയ്യണം. പിന്നെ ഇത് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന ഐറ്റമാണ്, ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. അത് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നോട്ട് ടേക്കൺ ടു ദി ബാലൻസ് ഷീറ്റ്. ആ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ? ഇനി ഇത്തരം ഒരു കേസ് വന്നാൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. നോക്കിയേ, ഇതൊരു ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ബാഡ് ഡെറ്റ് 4800 ഉണ്ട്, സൺട്രി ഡെറ്റേഴ്സ് 37,000 ഉണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റിൽ 1500 തന്നിട്ടുണ്ട്. കൂടാതെ അഡ്ജസ്റ്റ്മെന്റിനകത്ത് പറഞ്ഞിരിക്കുന്നു പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ബാഡ് ഡെറ്റ് ഈസ് 5%. അപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന പ്രൊവിഷനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഓൾഡ് പ്രൊവിഷൻ എന്നാണ് ഇനി പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റിലെ പ്രൊവിഷനോ ഇത് ന്യൂ പ്രൊവിഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ആദ്യം ബാഡ് ഡെറ്റിന്റെ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. ബാഡ് ഡെറ്റ് 4800 ആണ്. അപ്പൊ ഇന്നർ കോളത്തിൽ എഴുതുന്നു, അഡ്ജസ്റ്റ്മെന്റുകൾ ഉള്ളത് കാരണം. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ന്യൂ പ്രൊവിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ന്യൂ പ്രൊവിഷൻ ആദ്യം കണ്ടുപിടിച്ച് ആ തുക ബാഡ് ഡെറ്റിന്റെ കൂടെ ന്യൂ പ്രൊവിഷൻ നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണല്ലോ, ആഡ് ചെയ്യുക. അപ്പൊ ആഡ് ന്യൂ പ്രൊവിഷൻ
ന്യൂ പ്രൊവിഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? എങ്ങനെയാണ്? സൺഡ്രി ഡെറ്റേഴ്സിന്റെ 5% തന്നിട്ടുണ്ട്. സൺഡ്രി ഡെറ്റേഴ്സിന്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 37,000. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 37,000 ഇൻറ്റു 5% ആണ്, ഇൻറ്റു 5/100. അത് ചെയ്യുമ്പോൾ 1850 കിട്ടും. അപ്പം ബാഡ് ഡെറ്റിന്റെ കൂടെ ന്യൂ പ്രൊവിഷൻ എപ്പോഴും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്നിട്ട് അത് ആഡ് ചെയ്യുക. അപ്പോൾ 6,650 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഇതിൽ നിന്ന്, അതായത് ബാഡ് ഡെറ്റും ന്യൂ പ്രൊവിഷനും ആഡ് ചെയ്തു, അതിൻ്റെ ടോട്ടലിൽ നിന്ന് ഈ ഓൾഡ് പ്രൊവിഷൻ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. ലെസ് ഓൾഡ് പ്രൊവിഷൻ, ലെസ് ഓൾഡ് പ്രൊവിഷൻ. ഓൾഡ് പ്രൊവിഷൻ്റെ എമൗണ്ട് 1500 ആണ്. അതിനുശേഷമുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. അപ്പോൾ 5150 വരുന്നത്. ഇങ്ങനെ. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഈ അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന പ്രൊവിഷൻ നമ്മൾ ബാലൻസ് ഷീറ്റിലും ട്രീറ്റ് ചെയ്യേണ്ടതാണ് അല്ലേ? ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അപ്പം സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്ന് 37,000 ആണ്. അതിൽ നിന്ന് ഈ ന്യൂ പ്രൊവിഷൻ മാത്രം ഡിഡക്റ്റ് ചെയ്യണം. ഈ ഓൾഡ് പ്രൊവിഷൻ ഒന്നും ഡിഡക്റ്റ് ചെയ്തേക്കരുത്. ഇത് ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന അത് ഒരു സ്ഥലത്ത് മാത്രം എടുത്താൽ മതി. അത് നമ്മളിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ന്യൂ പ്രൊവിഷൻ, ഇപ്പം നമുക്ക് സൺഡ്രി ഡെറ്റേഴ്സ് 37,000 ആണ്. അപ്പം ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ സൺഡ്രി ഡെറ്റേഴ്സ് 37,000, അതിൽ നിന്ന് ലെസ് ന്യൂ പ്രൊവിഷൻ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1850, ലെസ് ന്യൂ പ്രൊവിഷനായ 1850 ഡിഡക്റ്റ് ചെയ്തുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 35,150 വരും. ഇങ്ങനെ വേണം ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിലും അഡ്ജസ്റ്റ്മെന്റിലും ഒക്കെ തരുമ്പോൾ ചെയ്യേണ്ടത്. ക്ലിയർ? ഇനി നമുക്ക് നിങ്ങളുടെ KGC 9 ടെക്സ്റ്റിലെ പേജ് നമ്പർ 10.23 ഇല്ലസ്ട്രേഷൻ 8 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. The following is the trial balance of Shankar as on 31st December 2013. ഒരു ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. ഒരൈറ്റവും വായിച്ച് എങ്ങോട്ടേക്കാണ് എഴുതേണ്ടത് നമുക്ക് ആദ്യം നോട്ട് ചെയ്യാം. പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്, സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട്, റിട്ടേൺസ് 2 റിട്ടേൺ ഉണ്ട്. അതിൽ ഡെബിറ്റിൽ തന്നിരിക്കുന്നത് നമുക്കറിയാം സെയിൽസ് റിട്ടേൺ ആണ്, ക്രെഡിറ്റിൽ തന്നിരിക്കുന്നത് പർച്ചേസ് റിട്ടേൺ ആണ്. ഡിസ്കൗണ്ട് അലൗഡും ഉണ്ട് റിസീവ്ഡും ഉണ്ട്. അതിൽ ഡെബിറ്റിൽ തന്നിരിക്കുന്നത് അലൗഡ് എക്സ്പെൻസ് ആണ്, ക്രെഡിറ്റിൽ തന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ, ഡിസ്കൗണ്ട് അലൗഡ് എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, അറിയാമല്ലോ. നെക്സ്റ്റ് ബാഡ് ഡെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റം ആണ്. ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും, ഡെപ്റ്റേഴ്സ് 20,000 ആണ് അസറ്റ് സൈഡിലും, ക്രെഡിറ്റ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും, ക്രെഡിറ്റേഴ്സ് 18,200 ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് 1/1/13 കണ്ടോ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ തന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഈ പ്രൊവിഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓൾഡ് പ്രൊവിഷൻ അല്ലേ? ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അതായത് ഇത് കണ്ടോ, ഓപ്പണിങ്ങിൽ കിടക്കുന്നതാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ബാക്കിയിരിക്കുന്ന എമൗണ്ട് ആണ്. കണ്ടോ, ക്രെഡിറ്റിലല്ലേ എമൗണ്ട് എന്ന് നോക്കിക്കേ. കഴിഞ്ഞ വർഷം ഈ പ്രൊവിഷൻ വെച്ചിരിക്കുന്ന അത്രയും ബാഡ് ഡെറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അതിന് ക്രെഡിറ്റ് ബാലൻസ് വന്നത്. ഇതൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞത് ഓർക്കുന്നില്ലേ? അപ്പം ഇതെന്ന് പറയുന്നത് ഓൾഡ് പ്രൊവിഷൻ ആണ്. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാഡ് ഡെറ്റ്, പിന്നെ ഫർദർ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത്, ന്യൂ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് അതിൻ്റെ ടോട്ടലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെയ്ത് കാണിക്കാം. സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ. ബാങ്ക് അസറ്റ് ആണ് ബാലൻസ് ഷീറ്റിൽ. ക്യാഷ് അസറ്റ് ആണ് ബാലൻസ് ഷീറ്റിൽ. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ. സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. ലീസ് ഹോൾഡ് പ്രിമൈസസ് എന്തുവാ ഇത്? അസറ്റ് ആണ് കേട്ടോ, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഗുഡ് വിൽ നമുക്കറിയാം അസറ്റ് ആണ്, ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്. ഇനി അഡ്ജസ്റ്റ്മെന്റുകൾ വായിച്ചു നോക്കാം. You are required to prepare trading and profit and loss account for the year ended 31st December 2013 and a balance sheet as on that day after considering the following.
ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടി പരിഗണിച്ച ശേഷം ഫസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് 19,800. ക്ലോസിംഗ് സ്റ്റോക്ക് 19,800 നമുക്കറിയാം. ട്രേഡിംഗ് അക്കൗണ്ടിലും എഴുതണം, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും എഴുതണം. നെക്സ്റ്റ് പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ബാഡ് ഡെറ്റ് ഈസ് 5%. കണ്ടോ, അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രൊവിഷൻ പറയുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ത് പ്രൊവിഷനാണ് അവിടെ എഴുതിയിടുക. ഇത് ന്യൂ പ്രൊവിഷനാണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പം ന്യൂ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, റിക്വയർഡ് ഫോർ 5% ആണ്. അപ്പോൾ സൺട്രി ഡെറ്റേഴ്സിൻ്റെ 5%. സൺട്രി ഡെറ്ററിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. ഡെറ്റേഴ്സ് എത്രയാണ്? 20,000. പിന്നെ ഇവിടെ താഴെ വീണ്ടും ഫർദർ ബാഡ് ഡെറ്റ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 20,000ൻ്റെ 5% ആണ് പ്രൊവിഷനായിട്ട് വെക്കേണ്ടത്. അതായത് 1,000 വരും. അപ്പോൾ ഈ പ്രൊവിഷൻ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതുമല്ലോ. ആ ബാഡ് ഡെറ്റിൻ്റെ കൂടെ ഈ പ്രൊവിഷനും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് ഇത് ന്യൂ പ്രൊവിഷനാണ്. ഉണ്ടോ, ബാഡ് ഡെറ്റ് 800 ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ന്യൂ പ്രൊവിഷൻ, ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ന്യൂ പ്രൊവിഷനാണ് കേട്ടോ. അതായത് ന്യൂ പ്രൊവിഷനാണ് 1000. ഇനി അതിൽ നിന്ന് നമുക്ക് ഇവിടെ ഓൾഡ് പ്രൊവിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓൾഡ് പ്രൊവിഷൻ എന്ത് ചെയ്യണം? അതിൻ്റെ ടോട്ടലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഓൾഡ് പ്രൊവിഷൻ 1200 അതിവിടെ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിൽ എഴുതാൻ. പിന്നെ ഇത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, ഇതെല്ലാം സൺട്രി ഡെറ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ സൺട്രി ഡെറ്റർ എന്ന് പറഞ്ഞ് ഇന്നർ കോളത്തിലെ എമൗണ്ട് കാണിക്കുന്നു. അതിൽ നിന്ന് ഈ ന്യൂ പ്രൊവിഷൻ മാത്രം, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ന്യൂ പ്രൊവിഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുവച്ചു. ആ 1,000 മാത്രം ഡിഡക്റ്റ് ചെയ്യുക. അതിനുശേഷമുള്ള എമൗണ്ട് കോളത്തിലേക്ക് എഴുതുക. മനസ്സിലായില്ലേ? ഇനി സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് ₹500. എന്താ ഇതിൻ്റെ അർത്ഥം? സാലറി ഇനിയും 500 രൂപ കൂടി കൊടുക്കാനുണ്ട് അല്ലേ? സാലറി ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ 3 എന്ന് നോട്ട് ചെയ്യുക. ബാഡറ്റിൻ്റെ അവിടെ 2 സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ സാലറി കൊടുത്ത എമൗണ്ട് എത്രയാണ്? 3,500. അതിൻ്റെ കൂടെ ഇനിയും ഒരു 500 കൂടെ കൊടുക്കാനുണ്ട്. എന്ത് ചെയ്യണം? ആ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ കണ്ടോ, സാലറി 3,500, അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി 500 ആഡ് ചെയ്യുന്നു. ഇനി കൊടുക്കാനുള്ള സാലറി എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിലും വരും? അസറ്റ് സൈഡിൽ, ലയബിലിറ്റി സൈഡിൽ. കണ്ടോ, ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞാൽ 500 ബാധ്യതയുടെ സൈഡിലും. കാരണം ഇനി കൊടുക്കാനുള്ള ഒരു എക്സ്പെൻസ് ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? ഡെഫിനറ്റ്ലി ബാധ്യതയാണ്. ഇനി നെക്സ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഈസ് വാല്യൂഡ് അറ്റ് ₹150. ഉണ്ടോ? അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരെണ്ണം ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ റിവിഷന് നോക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? സ്റ്റേഷനറിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇനത്തിൽ 150 രൂപയുടെ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഒരു എമൗണ്ട് കണ്ടു. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എത്രയാണ്? 1,300 അല്ലേ? 1,300 രൂപയാണ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എവിടെ എഴുതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതി. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ 1,300 നമ്മൾ എഴുതുന്നു. നോക്കിക്കേ, അത് കഴിഞ്ഞപ്പോഴാണ് ആ ട്രയൽ ബാലൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഈ സ്റ്റേഷനറിയുടെ ഒരു 150 രൂപയുടെ ഐറ്റം അവിടെ മിച്ചം ഇരിപ്പുണ്ട്. അതായത് ഈ വാങ്ങിച്ച മുഴുവൻ സാധനങ്ങളും അവിടെ ആ വർഷം ചിലവായിട്ടില്ല, ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ഈ 1,300 ഈ വർഷത്തെ ചിലവായിട്ട് കാണിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ മിച്ചമിരിക്കുന്ന 150 രൂപയുടെ സ്റ്റേഷനറി അതിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണ്ടേ? എന്നാലല്ലേ ശരിയാവുള്ളൂ ഈ വർഷത്തെ എക്സ്പെൻസിൽ. കാരണം 150 രൂപയുടെ സ്റ്റേഷനറി ആയിട്ട് അവിടെ ഇരിപ്പുണ്ടെന്നേ. നമ്മൾ 1,300 രൂപയുടെ സാധനം വാങ്ങിച്ചു, അത് മുഴുവനും ഈ കൊല്ലത്തെ എക്സ്പെൻസ് ആക്കി എഴുതുന്നത് ശരിയല്ല. കാരണം അവിടെ 150 രൂപയുടെ സ്റ്റേഷനറി അവിടെ മിച്ചമിരിക്കുകയാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഈ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ 1,300-ൽ നിന്ന് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആയ 150 ഡിഡക്റ്റ് ചെയ്യണം. എന്നിട്ടുള്ള എമൗണ്ട് വേണം അങ്ങോട്ടേക്ക് എഴുതാൻ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്ന സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ന് പറയുന്നത് ഒരു സ്ഥലത്തൂടെ നമ്മൾ എഴുതണം. എവിടെയാണ്? ബാലൻസ് ഷീറ്റിൽ. അതായത് ഇതിവിടെ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് ഇരിക്കുന്നതല്ലേ, അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ബാധ്യതയാണോ അസറ്റാണോ? നമ്മുടെ കയ്യിൽ മിച്ചം ഇരിക്കുന്ന 150 രൂപയുടെ സ്റ്റേഷനറി മിച്ചം ഇരിക്കുന്നു എന്ന് പറഞ്ഞത് ഒരിക്കലും ബാധ്യതയല്ലല്ലോ. അതെന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. അപ്പോൾ അസറ്റ് സൈഡിൽ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ആ മിച്ചം ഇരിക്കുന്ന ആ എമൗണ്ട് അത് അസറ്റ് സൈഡിലും കൂടി കാണിക്കണം. അതൊന്ന് ശ്രദ്ധിച്ചു വെച്ച് പഠിച്ചോളണം കേട്ടോ.
നെക്സ്റ്റ് ഡിപ്രീസിയേറ്റ് ലീസ് ഹോൾഡ് പ്രിമൈസസ് ബൈ 20%. ലീസ് ഹോൾഡ് പ്രിമൈസസിന് 20% ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറയുന്നു. നമുക്കറിയാം ലീസ് ഹോൾഡ് പ്രിമൈസസ് എന്ന അസറ്റാണ്, അസറ്റിന് 20%. അപ്പോൾ ഇവിടെ ലീസ് ഹോൾഡ് പ്രിമൈസസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 25,000. 25,000ൻ്റെ 20% ഡിപ്രീസിയേഷൻ കണ്ടോ, അത് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് എഴുതുക. പിന്നെ ആസറ്റ് സൈഡിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ ലീസ് ഹോൾഡ് പ്രിമൈസസ് എന്ന് പറഞ്ഞ് എഴുതും, അതിൻ്റെ വാല്യൂ ഇന്നർ കോളത്തിൽ എഴുതി ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്ത ശേഷമുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക, ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് ടാലിയായി കിട്ടും. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.